എന്നാലും എന്തിനായിരിക്കും മോൻ എന്നോട് അണ്ടിത്തോട്ടത്തിൽ വരാൻ പറഞ്ഞത്? ഒരു ഫുള്ള് വാങ്ങിത്തരാനായിരിക്കും. എന്ത് പറഞ്ഞാലും എൻ്റെ മെക്കെട്ട് കയറിക്കോ. ഒരു ചെറുപ്പക്കാരൻ നിന്നോടാണ് അണ്ടിത്തോട്ടത്തിൽ വരാൻ പറഞ്ഞെങ്കിൽ നിനക്ക് ടെൻഷൻ ആവില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞാൻ എങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത് അതുപോലെയാണോ നിങ്ങൾ എന്നോട് റിയാക്ട് ചെയ്യുന്നു? പിന്നെ നമ്മ രണ്ടാളും ഓരോ ഫുള്ള് അടിച്ചിട്ട് അയാളെ കൊല വിളിക്കാൻ പോയോ വേണ്ടേ? അച്ഛാ, ഏ ഫാമിലി ഇറ്റ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നാണ്. അല്ലാണ്ട് അച്ഛൻ്റെ ഒപ്പം ഇരുന്നേക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. നമുക്കൊരു എണീറ്റ് പോയി. ആ ചെക്കനാ നിങ്ങളെ കാണാൻ വന്നിട്ടേ. കൊറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ഏമ്മാപ്പാ ഓക്കെ അല്ലേ? ഇരിക്കേ സുരേഷ, ഇരിക്കേ ഇരിക്കേ. ഇന്നലെ ഞാനടാ വന്നേന് അണ്ടിത്തോട്ടത്തിൽ. കുറച്ച് വൈകിപ്പോയി. ബട്ട് ഈ നേരത്ത് വന്ന് പറയാൻ മാത്രം അത്ര അർജന്റ് മാറ്റർ എന്നാണ് സുരേഷ? ഞാൻ കുറേ നേരം കാത്തിരുന്നു. ഞാനും കാത്തിരുന്ന്, പിന്നെ പേടി വന്ന്. ഞാനും കാത്തിരുന്നു എന്ന് പറയാൻ വന്നതാണ്. പിന്നെ നിങ്ങൾ പറ്റിച്ചോന്ന് തെറ്റിദ്ധരിക്കണ്ടല്ലോ. ഇല്ല, എനക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. പിന്നെ എന്താണ് കാണണമെന്ന് പറഞ്ഞ? എന്നാണ് സുരേഷ നിങ്ങൾ തമ്മില് രണ്ടാളും കൂടെ ഒളിച്ചോടി പോകാനായിട്ട് വല്ല പ്ലാനും ഉണ്ടാ? ഉണ്ടെങ്കിൽ ഈ സുധാരേട്ട കുടിച്ച് ചാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോയിക്കോ. ഇതാണ് പ്രശ്നം. ഒരു കാര്യം ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സമ്മതിക്കൂല. നീ പറ മോനെ. അല്ല അമ്മേ. അമ്മയാ? ആരമ്മ? നീ ഏച്ചിന്ന് വിളിച്ചാൽ മതി സുരേഷ, അതായിരിക്കും ഇഷ്ടം. അല്ല ചേച്ചി, ഞാൻ ഒരു പുതിയ നാടകം കളിക്കുന്നുണ്ട്. അതിൽ മെയിൻ റോളിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നാഗരേട്ടനെ ക്ഷണിക്കാനാണ് വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ നാടകം കളിച്ച് കുടുംബം മുടിയുമ്പോൾ നാഗരേട്ടനെ ഒന്നിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ. നിന്റെ കുടുംബം മുടിഞ്ഞ പിന്നെ ഈ കുടുംബം കൂടെ മുടിച്ചിട്ടാണ് ഇയാള് നാടകം നിർത്തിയത്. അച്ഛൻ പോയ പിന്നെ എത്ര സ്റ്റേജിലാണ് നാഗരേട്ടൻ ഗന്ധർവം പകർന്നാടിയത്. കലാകാരന്മാർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത വീടാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഇങ്ങോട്ട്. എന്ത് കോപ്രായം വേണമെങ്കിലും കളിച്ചോ രണ്ടാളും. അതിനെ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവിട്ടി രണ്ടിന് നടു ഞാൻ ഒടിക്കും. നാടകം കളിക്കാൻ നിനക്കടറ നാടകം അറിയല്? അതെന്ത് ചോദ്യാണമ്മേ? ഷാജഹാൻ മാർബിൾ പണിക്കാരനായിട്ടാണ് താജ്മഹൽ കെട്ടീനി. അറിയാനെന്തില്ലേ? അതങ്ങനെ ഉണ്ടാവില്ലല്ലേ? ഒരു കല്ലിന്റെ മുകളിൽ വേറൊരു കല്ല് വെച്ചിട്ട് 1000 കല്ലുമായി അങ്ങനെ അങ്ങനെ അങ്ങനെ. മോളാന്ന് സുമലത കേട്ടിട്ടുണ്ട്. അച്ഛാ, ബ്രേക്ക് എലക്ക് തച്ച് കാല് വിളിക്കും നായിന്റെ മോനെ. നാടകം കൊണ്ട് വളപ്പിലേക്ക് പറ്റി. ആദ്യം ഓന്റെ സ്ക്രിപ്റ്റ് കത്തിക്കാൻ പറ്റും നായിന്റെ മോനെ. 1 ലക്ഷം ഉറുപ്പ്യ സമ്മാനം. ഓന് 2 ലക്ഷം ഉറുപ്പ് കൊടുക്കാം. നാട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. എടാ ആദ്യം നീ 2000-ന്റെ കുറി വെക്ക്, എന്നിട്ട് 2 ലക്ഷം തള്ളു. ഛേ, ആ നാഹർക്ക് ഇത് എന്തിന്റെ കാണാന്ന് എനക്ക് മനസ്സിലാവുന്നത്. നാഹർ മാത്രല്ല വേണോട്ടാ, ഈ നാട്ടിലെ എല്ലാവരും ഓൻ്റെ ഒപ്പം. അത്രക്കുണ്ട് നാടകത്തിനോട് നാട്ടുകാർക്ക് ഭ്രാന്ത്. ഓൺ ട്രെൻഡിങ് നോയിക്കോ. അഡ്വാൻസ് വാങ്ങിയ 30 സെന്റ് പോയി. 30 സെന്റ് മാത്രമല്ല, ഷമീറിന്റെ കമ്മീഷൻ 3 ലക്ഷം, അഡ്വാൻസ് മേടിച്ചിട്ടില്ല 15 ലക്ഷം, കംപ്ലീറ്റ് പോയി. സുരേഷ, എന്നെ ഒഴിവായി കൂടെ? 3 ലക്ഷം കീശിൽ വെച്ച് നടക്കാൻ കഴിയടാ, ചെലവായി പോയി. അല്ല, ഞാനതിപ്പോ വെക്കുന്നില്ലെങ്കിലോ? പിറ്റാ കമ്മീഷൻ നിനക്ക്. അതുവരെ പലിശ നീ നാടകത്തിൽ അഭിനയിച്ച് തീർക്ക്. നാടക? ആ, നാളെ ഓഡിഷൻ ഉണ്ട് കേട്ടാ. അപ്പൊ ഷമീറിന്റെ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബാക്കി നിങ്ങൾ മേടിച്ചിട്ട് പുട്ടടിച്ച് 5 ലക്ഷം ഉറുപ്പ്യ. ആ പൈസക്കല്ലേ സുധാരേട്ട പശുവിനെ ഒണിച്ചിനി. ഇനിയിപ്പോ ഇങ്ങനെ പശുവിനെ ഓഡിഷനെ വിളിക്കുക. ഒന്നുകിൽ എൻ്റെ പൈസ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒരു നടിയെ എനിക്ക് തരണം.
ഒരു യുവനടീനെ. സുരേഷ, ഇലക്ട്രിസിറ്റി ഓഫീസ് വിറ്റിട്ടാലും നിന്റെ കട ഞാൻ തീർക്കൂട്ടാ. എന്നാലും എനിക്ക് ഇവിടെ നടീനെ കിട്ടുകയും ചെയ്യും. എന്റെ പേരിൽ ആരും അടികൂടണ്ട. ഞാൻ അഭിനയിക്കാം. നിനക്ക് വില്ലേജ് ഓഫീസിൽ അടിച്ചു വരാൻ പോണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു വാരലൊന്നും വില്ലേജ് ഓഫീസ് വൃത്തിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കുള്ള സുരേഷ. സുരേഷ. ആഹാ, ചാരുച്ചിയുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ ഫോട്ടോക്ക് താഴെ നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കമന്റ് ഇടാം. അതിന്റെ ബിഗ് ബഡ്ജറ്റ് നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത് സഹിക്കുന്നില്ല അല്ലേ? വെറുതെ അല്ലടാ നീ പുഷ്പിക്കാത്ത പുഷ്കരനായത്. കേട്ട ഇവന്റെ കാര്യം എന്തെങ്കിലും നോക്കൂടെ?